വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VMWARE-ൽ എങ്ങനെയാണ് Kali Linux ഏറ്റവും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സമയത്തും കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ Kali Linux-ൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വരിക. സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ്സ് നിൽക്കുക. ഡൗൺലോഡ്സ് നിൽക്കിയതിന് ശേഷം ഇവിടെ വിർച്വൽ മെഷീൻ എന്നൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റാണ്, 64 ബിറ്റിൻ്റെ ഡൗൺലോഡ് ചെയ്യുക. 32 ബിറ്റാണ്, 32 ബിറ്റിൻ്റെ ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ 64 ബിറ്റാണ്, 64 ബിറ്റിൻ്റെ നിങ്ങൾക്ക് ടോറൻറ്റ് വെച്ചോ അല്ലെങ്കിൽ സാധാരണ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് VMWARE-ൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയലാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ISO വെച്ചും ഇൻസ്റ്റാൾ ചെയ്യാം. ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഇതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അൺസിപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും റെക്കമെൻഡ് എന്ന രീതി എന്ന് പറയുന്നത് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാനാണ്. അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ഡൗൺലോഡ് ചെയ്ത് ഇതും വെച്ച് അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് VMWARE ഡൗൺലോഡ് ചെയ്യണം. VMWARE ഡൗൺലോഡ് ചെയ്യാനായിട്ട് VMWARE.com എന്നുള്ളൊരു സൈറ്റിൽ പോകാം. ഇതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 2 ഫയലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ പോകാം. ഞാനിവിടെ ഇപ്പോൾ 2 ഫയലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സിപ്പ് ഫയലും. ഇത് നമ്മുടെ VMWARE-ൻ്റെ ഇൻസ്റ്റാളർ ഫയലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ VMWARE നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇനി നിങ്ങൾ ഈ സിപ്പ് ഫയൽ ജസ്റ്റ് ഒന്ന് അൺസിപ്പ് ചെയ്യുക. അൺസിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ ഒരു ഫോൾഡർ കിട്ടും. അപ്പോൾ ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫിഗറേഷൻ ഫയൽ കാണാൻ പറ്റും. ഇവിടെ വിർച്വൽ മെഷീൻ കൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ജസ്റ്റ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ VMWARE തന്നെ ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. VMWARE നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളൊരു വാണിംഗ് ചോദിക്കും. ജസ്റ്റ് നമ്മൾ നോൺ കമേഴ്ഷ്യൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ Kali Linux ഇവിടുന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ടായി വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ Kali Linux ലോഡായി വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. എനിക്ക് ഏറ്റവും സിമ്പിൾ എന്ന് തോന്നിയൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ രീതി ഇത് തന്നെയായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം ബൂട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. വന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം ബൂട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ പാസ്വേഡ് യൂസ് നെയിം എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് കാളിയിൽ നിന്ന് അടിക്കുക, ഈ പാസ്വേഡും കാളിയിൽ നിന്ന് അടിക്കുക. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ടെർമിനലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ തന്നെ നോക്കാവുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ NMAP ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. സോറി, ഞാൻ പഠിക്കും ഇപ്പോൾ NMAP ഗൂഗിൾ NMAP സ്കാനാണ്, പെട്ടെന്ന് തന്നെ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ.